അവർ കഞ്ചകം ചികമേ മഹമൊഞ്ചു തഞ്ചമതും കനിന്തഞ്ചി നെഞ്ചി തടിയാ കനിന്തഞ്ചി നെഞ്ചി തടിയാ പതിതന്റെ മുമ്പതിയ നില നിണ്ട് ബമ്പുടയെ അവരിൽ ശമ്പി പുരുഷ പരവന്തതിത്തലമിൽ അനയിന്ത സത്തരമിൽ അണനൊന്ത് പാർപ്പനരേശ അണനന്ദ പാർപ്പനരേശ പതിതന്റെ മുമ്പതിയിൽ നിലനിണ്ട് ബമ്പുടയ അവരിൽ ശമ്പി പുരുഷ പരവന്തിനിത്തലമിൽ എന്നെയിണ്ട് സത്തിറമിൽ അനന്തൊത്ത് പാർപ്പനരശ അനന്തൊത്ത് പാർപ്പനരശ എതിരായി തരിത്ത മൊളി അതിനാൽ ചിരിത്തുടനെ റജിലോടൊരുത്ത് കൊളുതേ ഇത് എന്റെ മണ്ഡകമാതുനൈ ബിണ്ട് കൊണ്ട താലം അലയണ്ട് ബിണ്ട് പോലുതേ അലയണ്ട് ബിണ്ട് പോലുതേ എതിരായി തരിത്ത മൊഴി അതിനാൽ ചിരിത്തുടനെ പ്രജിലോടൂരത്ത് കളുതേ ഇത് എന്റെ മണ്ഡകമതുനൈ ബിണ്ട് കൊണ്ട തലം അലയണ്ട് ബിണ്ട് പോളുതേ അലയണ്ട് ബിണ്ട് പോളുതേ ബദലുന്നി മത്തീരമില്ലോനൈ മുന്നേ നിന്നവർകൾ ബദലുന്നി മത്തീരമില്ലോനൈ മുന്നേ നിന്നതവർ ഉരൈമന്നരന്റെ അബൂവാ വളരെ പുറമെ പതിയർ പിതാവരെ മനം നിപ്പ് ചെപ്പയൊരു പേർ മനം നിപ്പ് ചെപ്പയൊരു പേർ ബദലുന്നി മത്തീരമില്ലുനൈ മുന്നേ നിന്നതവർ ബദലുന്നി മത്തീരമില്ലുനൈ മുന്നേ നിന്നതവർ ഉരൈമന്നരന്റെ അബൂവാർ വളരെ പനപ്പുറമോ പതിയർ പിതാവരെ മനം നിപ്പ് ചെപ്പൈ ഒരു പേർ മനം നിപ്പ് ചെപ്പൈ ഒരു പേർ. ആ കരുത്തോടു കൂടെ തന്റെ ഇടത്തോടു കൂടെ ചങ്കൂറ്റമുള്ള ആ ചെറുപ്പക്കാരന്റെ വരവ് രാജാവിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. രാജാവ് ചോദിച്ചു, ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾ വരാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, പ്രഭു, ഞാൻ വന്നത് ആർക്കും തീരെഴുതിയ സ്ഥലത്തല്ല, ആരുടെയും തീറിലല്ല ഞാൻ കടന്നു വന്നത്. ഞാൻ വന്നത് എന്റെ മണ്ഡപത്തിലാണ്, എന്റെ സത്രത്തിലാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ വിശ്രമ സത്രത്തിൽ അങ്ങയോട് കൂടെ കുറഞ്ഞ നേരം അന്തിയുറങ്ങാൻ വേണ്ടി ഞാൻ കടന്നു വന്നതാണ്. അവിടുന്ന് ചോദിച്ചു, എന്ത് സത്രമോ? ഇക്കാണുന്ന കൊട്ടാരത്തെ കുറിച്ച് നിങ്ങൾ സത്രം എന്ന് പറയാൻ എതിരായി തരിത്ത മൊഴി അതിനാൽ ചിരിത്തുടനെ റജുലോടുരത്തുക്കളുതേ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ട് അതേ രാജാവ് പരിഹാസത്തോടു കൂടെ ചോദിക്കുകയാണ്, എടാ വിഡ്ഢി, സത്രം എന്നാണോ നിങ്ങൾ ഇതിന്റെ പേര് പറയുന്നത്? ഇതെന്റെ കൊട്ടാരമാണ്, ഇവിടെ താങ്കൾ കന്തിയുറങ്ങാനുള്ളതല്ല, പോ പുറത്ത് എന്ന് പറയുമ്പോൾ, എന്താ താങ്കൾ ഈ പറയുന്നത്? കൊട്ടാരമാണെന്നോ സത്രമല്ലെന്നോ മണ്ഡപമല്ലെന്നാണോ താങ്കൾ പറയുന്നത്? എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബദലുന്നീ മത്തിരമിൽ ഉരൈ മുന്നേ നിന്നവർ ഉരൈ മന്നരന്റെ യൗവാ വളരെ പുറമെ പതിയർ പിതാവരെ മനം നീപ്പ് ചെപ്പെ ഒരു പേർ പതിജപ്പ് ചെപ്പെ ഒരു പേർ. അവിടെന്ന് പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ഇത് സത്രമല്ല, മണ്ഡപമല്ല, കൊട്ടാരമാണെങ്കിൽ രാജാവേ, ഇവിടെ താങ്കൾക്ക് മുമ്പ് ആരാണ് ഇവിടെ വസിച്ചിരുന്നത്? ആരാണ് ഇവിടെ താമസിച്ചിരുന്നത്? രാജാവ് പറഞ്ഞു, എന്റെ വാപ്പ.
അതിന് മുമ്പാരാണ്? എന്റെ വാപ്പാന്റെ വാപ്പ. അതിന് മുമ്പാരാണ്? എന്റെ വാപ്പന്റെ അപ്പന്റെ അപ്പ. അതിന് മുമ്പാരാണ്? ബാപ്പന്റെ അപ്പന്റെ 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 അപ്പ. അതല്ലേ? എന്നാൽ അവരൊക്കെ ഇപ്പൊ എവിടെയാണ്? അവരൊക്കെ എവിടെയാ മഹാരാജാവേ? അവിടത്തെ പിതാക്കന്മാരെവിടെ? ആ ബാപ്പമാരെ ഈ കൊട്ടാരത്തിലൊന്ന് കാണിച്ചു തരൂ. അവിടുന്ന് രാജാവ് ഉത്തരം മുട്ടിപ്പോവുകയാണ്. പറഞ്ഞു, അവരെല്ലാം മരിച്ചുപോയി. പേരെന്ത് കേട്ടപ്പോൾ എന്നൊരു ചോടുന്ന് രാശാനീ വിണ്ടേയ കൂട്ടക്കാർ എങ്കയാമേ പേശുനീ വീരരുകൾ കൊല്ലും മാറിത്തമ്പാക്ക് ശ്രവിത്തിട്ടേ വീടല്ലാതാറു ബാത്തമ്പാക്ക് ചെവിത്തിട്ടേ. പേരെന്ത് കേട്ടപ്പോൾ വന്നൊരു ചോടും നാരശാനീ വിണ്ടേ കൂട്ടക്കാർ എങ്കയാമേ പേശുനീ വീരരുകൾ കൊല്ലും മാരിത്തമ്പാക്ക് ചെവിത്തിട്ട് വീടല്ലാതാറു ബാത്തമ്പാക്ക് ചെവിത്തിട്ട്. ഓരോരോ കൂട്ടർ വരുന്നു, മറ്റുള്ളവർ പോകുന്നു. ഒക്കെയും ഹക്കവൻ വേണ്ട ബൈത്തെ പോൽ ആകുന്നു. കാര്യം ചെന്നതിൽ പിന്നെ തന്നെ കനിന്തില്ല കൽബകൽബോധം ഉത്ഭവിത്ത് നിരന്തല്ല. അതെ, ആ വന്ന ആഗതന്റെ മറുപടി എന്താ? അവരൊക്കെ എവിടെയാണിപ്പോൾ? രാജാവ് പറഞ്ഞു, അവരൊക്കെ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയി അല്ലേ? എന്നാൽ കുറെ ടീമുകൾ വന്നു, അവര് മരിച്ചു. പിന്നെ അടുത്ത ടീം വരുന്നു, അവരും പോകുന്നു. വീണ്ടും നെക്സ്റ്റ് ടീം വരുന്നു, അവരും പോവുകയാണ്. ഇങ്ങനെ മാറി മാറി വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്തിന്റെ പേരാണ് മണ്ഡപം, അല്ലെങ്കിൽ വഴിയമ്പലം, അല്ലെങ്കിൽ സത്രം. അതുകൊണ്ട് മഹാരാജാവേ, ഇവരെല്ലാവരും മരണപ്പെട്ടു പോയെങ്കിൽ അങ്ങയും ഒരു ദിവസം മരിക്കൂലേ? അങ്ങേക്ക് കൊട്ടാരം വിട്ടുകൊണ്ട് ഇവിടത്തെ ആ സ്വർണത്തിന്റെ കിരീടം വലിച്ചെറിഞ്ഞുകൊണ്ട് ഖബറാകുന്ന 6 അടി മണ്ണിലേക്ക് അങ്ങേക്ക് പോകണ്ടയോ മഹാരാജാവേ? അതുകൊണ്ട് ഇത് കൊട്ടാരമല്ല. ഇത് പറയുമ്പോഴാണ് രാജാവിന് ഇതാ ഒന്നുകൂടി മനസ്സിന് മാറ്റം വരികയാ. രാജാവ് ചിന്തിക്കുന്നു, എല്ലാം പടയേതോനെ തേടുല് വയ്യേ സലാമത്ത് ഇല്ലാതെ ദുനിയാവ് കൊണ്ടാണല്ലോ മലാമത്ത്. എല്ലാം പടയേതോനെ തേടുലൊയ്യേ സലാമത്ത് ഇല്ലാതെ ദുനിയാവ് കൊണ്ടാണല്ലോ മലാമത്ത്. രാജാവ് ചിന്തിച്ചു, പടച്ചവനെ, ഇനി കൊട്ടാരം വിടാതെ രക്ഷയില്ല. എനിക്കെന്റെ മനസ്സിന്റെ പ്രയാസത്തിന് പരിഹാരം കാണണമെങ്കിൽ ഈ കനക കൊട്ടാരം കൈയൊഴിക്കാതെ യാതൊരു മാർഗമില്ല. അതിൽ നിന്നൊരു സലാമത്ത് കിട്ടാൻ കൊട്ടാരം വിട്ട് പോകൽ മാത്രമാണ് എന്ന് ഉറപ്പിച്ച നമുക്കറിയാം. ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ ഈമാനുള്ള സത്യവിശ്വാസികൾ എങ്ങനെയാ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون.
അല്ലാഹു ഖുർആനിൽ പറയുന്നു, ദൃഷ്ടാന്തങ്ങൾ മാറി മാറി കണ്ടാൽ ഈമാനുണ്ടോ, ഈമാനിന്റെ കണികയുണ്ടോ, ലാജനയുണ്ടോ, അവരുടെ ഹൃദയത്തിൽ ഇതാ ഈമാൻ പടിപടിയായി മുകളിലേക്ക് കയറുകയാണ്. മാത്രമല്ല വഹും യതവക്കലൂൻ, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടവർ ജീവിക്കുന്നവരാണ്. അതേ വിശുദ്ധ ഖുർആൻ ഇമാം ശാഫിഈ തങ്ങൾ പിറക്കുന്ന, അബൂ ഹനീഫ ഇമാം വഫാത്താകുന്ന വർഷം സുഫിയാൻ സൗരിയുടെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാന്മാരുടെ ശിഷ്യനായി കടന്നു വന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അതേ മനം മാറ്റം വന്നു. ഇനി എന്താണ് ഇവിടെ ഒരു രക്ഷയുള്ളത്? ഇനി ഇവിടെ നിന്ന് കൈയൊഴിക്കാൻ ഒരു മാർഗവും ഇല്ല. രാജാക്കന്മാർക്ക് മാനസിക പ്രയാസം വന്നാൽ അവര് പരിഹാരമായി കാണാറുള്ള ഒരു പരിപാടിയുണ്ട്. അത് എന്താണെന്നല്ലേ? നില്ലാതൊരു കാട്ടിൽ ചെണ്ട് വേട്ടയെ തേടിയേ നേരും മറിന്തൊണ്ട രേശരി മുൻ കൊള്ളെ ചാടിയേ ചാടിയേ മാനോട് കൂടെ കോടാ വിടുത്തിട്ട് താനും നബിയും തരിത്തെ പോതിൽ തിരിഞ്ഞിട്ട് ഇല്ലാതൊരു കാട്ടിൽ ചെണ്ട് വേട്ടയെ തേടിയേ നേരം മാറിയുണ്ട് അരശർ മുൻ കൊള്ളെ ചാടിയേ ചാടിയേ മാനോട് കൂടെ കോടാ വീടുത്തിട്ട്. മനസ്സിന് സമാധാനം ഇല്ലാതെ വരുമ്പോ ചിലപ്പോ ഒരു വീഡിയോ എടുത്തിട്ട് വലിക്കുന്ന ആളുകൾ ഉണ്ടാകും. സിസിറ് വലിച്ച് മനസ്സിന് സമാധാനം കിട്ടുന്ന ആളുകൾ ഉണ്ടാകും. ടെൻഷൻ കൂടുമ്പോ ചിലപ്പോ ഇങ്ങനെ കുറെ സമയം ചിന്തിച്ചിരിക്കും. ഇപ്പൊ ചില ആളുകളൊക്കെ കഞ്ചാവടിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ധാർമ്മികമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രം മുന്നേറാൻ കാരണമായി നമ്മുടെ ഈ പരിപാടി അല്ലാഹു മാറ്റുമാറാകട്ടെ. അങ്ങനെ രാജാവിന് തോന്നി കാട്ടിലേക്ക് ഒരു വേട്ടയാടാൻ വേണ്ടി പോയാൽ മനസ്സിനൊരു പക്ഷേ ഒരു സമാധാനം കിട്ടുമെന്ന് മനസ്സിലാക്കിയ ആ മഹാരാജാവ് അതേ അദ്ദേഹത്തിന്റെ കുതിരക്കുട്ടിയെ, മുന്തിയ കുതിരക്കുട്ടിയെ കൊണ്ടുവന്നുകൊണ്ട് ആ കുതിരക്കുട്ടിയുടെ മുകളിലേക്ക് അതേ ബിസ്മില്ലാ ഹൽ ഹൽ ബൽ ബൽ ജൽ ജൽ നല്ല സ്പീഡില് ആ കുതിരയുടെ മുകളിൽ കയറിയിട്ട് അമ്പും ബില്ലും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്ക് ഇങ്ങനെ നോക്കി കുതിരയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് വീക്ഷിക്കുമ്പോ കാണാം ആ അങ്ങ് ദൂരത്ത് ഒരു ചെറിയ മാൻപേട ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. ആ കുതിരയുടെ മുകളിലിരിക്കുന്ന രാജാവ് പെട്ടെന്ന് അതിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴ്ഭാഗത്തേക്ക് ഒരു ചാട്ടം. എന്നിട്ട് അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് ബന്ധിപ്പിക്കപ്പെട്ട ആ കുടയിൽ നിന്ന് ഒരു അമ്പുതാ വലിച്ചങ്ങോട്ട് എടുത്തതിന്റെ ബില്ലിലേക്ക് അങ്ങോട്ട് ക്രൂശിച്ചു വെച്ച് ദൂരേക്ക് വെക്കുമ്പോ ആ നിൽക്കുന്ന മാറിക്കളിക്കുന്ന ആ കാണുന്ന മാൻപേട പാടിക്കൂരംഗം ഇബ്രാഹീമേ ഊനൈ തന്നെ പാടില്ല ചെയ്തിവ ചെയ്തിടാനോ പടച്ചെന്നെ പാടലം ഹീനിൽ നിന്നേരം മാറു ചൊല്ലാമേ പറയുന്നു വല്ലാഹി ബഗുത്തദല്ലാദീനല്ല ഊട്ടൈ തിരീത്ത് പർസിന് മീതെ നിറങ്ങിയേ ഉറ്റ് വിചാരിച്ച് തൗബ ചെയ്ത് മടങ്ങിയേ മടങ്ങി താഹത്തിൽ താമ്പുജി പാനിരുന്താനേ വന്നൊരു കാക്ക ഹുബ്സെടുത്ത് പറന്താനേ ഇടമില്ല നേരത്ത് ബാരുമെന്നും നാളാറായേ ഏഴാം ദിവസവും കൊത്തിക്കൊണ്ടങ്ങ് പാറിയേ കഠിന പൂതമയായി താരം എന്തെന്നുൾ
ദൂഹത്തിൽ കാക്കന്റെ പിന്നിൽ ചിരന്തയോടിച്ച് വേഗത്തിൽ പടിവർ ആ പക്ഷിയെ തൊട്ടി കാഴ്ച മറഞ്ഞാരേ വലിയ ജബല്ലൊണ്ടിൽ കേറി ചെണ്ട് തിരഞ്ഞാരേ. അതെ, ആ രാജാവ് ആ മാൻപേടയെ അമ്പെടുത്ത് ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അമ്പ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ മാൻപേട പെട്ടെന്നിതാ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ ഇബ്രാഹിം വമാ ഖുലിഖ്തു ലിഹാദാ യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, എന്നെ കൊന്നു കളയാനല്ല അല്ലാഹു എന്നെ പടച്ചിട്ടുള്ളത്. അരുതരുത്. അതേ കാണുന്ന വേടപ്പക്ഷിയെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അമ്പും വില്ലുമായിട്ട് വാൽമീകി മഹർഷിയുടെ കഥ നമുക്കറിയാം. അവിടെന്ന് പറഞ്ഞു, മാനിഷാദ പ്രതിഷ്ഠാന്തമഗമ ശാശ്വതീ സമ എൻ ക്രൗഞ്ചമിഥുനാമവതീകേമ കാമമോഹിതം. കൊല്ലാൻ പാടില്ല. അതേ മാനിഷാദ, ആരെയും വകവരുത്തരുത്. അതേ മാൻപേടയാ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നത്, എന്നെ കൊല്ലരുത്. മനം ഞെട്ടിപ്പോയി രാജാവ്. എന്താ ഞാൻ കേൾക്കുന്നത്? ഒരു മാൻപേട സംസാരിക്കുകയോ? അത്ഭുതപ്പെടേണ്ടതില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് ചെന്നായ സംസാരിച്ച ചരിത്രം നമുക്കറിയാം. അസ്ഹാബുൽ കഹ്ഫിന്റെ അതേ നായ അസ്ഹാബുൽ കഹ്ഫിനോട് വർത്തമാനം പറഞ്ഞത് നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ മൃഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അള്ളാഹു കഴിവ് കൊടുത്തത്. അങ്ങനെ മാൻപേട സംസാരിച്ചു, അതിനെ കൊന്നില്ല. പെട്ടെന്ന് കുതിരയുടെ മുകളിലേക്ക് ധും ചാടി അങ്ങോട്ട് കയറിയിട്ട് ഹൽ ഹൽ ബൽ ബൽ ജൽ ജൽ നല്ല സ്പീഡിൽ കൊട്ടാരത്തിലേക്ക് വന്നു. വിശ്രമിക്കാൻ അവിടെ ഇറങ്ങി ഇരുന്നു. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരത്ത് നിന്ന് വിശപ്പടക്കാൻ കഴിയാതെ പറന്നു വരുന്ന ഒരു പക്ഷി കൂടി വന്നുകൊണ്ട് ആ രാജാവിന്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു റൊട്ടി കൊത്തിയെടുത്തുകൊണ്ട് അങ്ങ് പറന്നു പോകുന്നുണ്ട്. രാജാവ് അത്ഭുതപ്പെട്ടു, ചിന്തിച്ചു. രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെ രാജാവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഒരു പക്ഷി വന്നുകൊണ്ട് ഭക്ഷണം കൊത്തിയെടുത്തു പറന്നുപോയി. എന്ത്? രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസവും അങ്ങനെ തന്നെ. അങ്ങനെ 6 ദിവസം ഇങ്ങനെ അനുസ്യൂതം ഈ പക്ഷി തുടർന്നപ്പോൾ രാജാവ് ഉറപ്പിച്ചു, ഇല്ല, ഇനി ഞാൻ വിടില്ല. ആ പക്ഷി എങ്ങാനും നാളെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ ഞാൻ ആ പക്ഷിയുടെ പിന്നാലെ പിടിക്കും. എന്താണ് ഈ ഭക്ഷണം കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയാൻ അതേ ആ രാജാവ് 6ാമത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തളികയിലിരിക്കുമ്പോ അതേ മേൽപ്പടി പ്രവർത്തനം ആ പക്ഷി ആവർത്തിക്കുകയാണ്. ഭക്ഷണം കുത്തിയെടുത്തുകൊണ്ട് അങ്ങ് ദൂരേക്ക് പറക്കുമ്പോൾ ആ കുതിരയെ പക്ഷിയുടെ പിന്നാലെ നല്ല സ്പീഡിലിതാ മുന്നോട്ട് കുതിപ്പിച്ച് വിടുകയാണ്. അങ്ങനെ ചെന്ന് ഒരു വലിയ ഭീമാകാരമായ പർവ്വതത്തിന്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ പക്ഷിയെ കാണുന്നില്ല. രാജാവ് കുതിരയുടെ മുകളില് നാനാഭാഗത്തുകൂടെ കറങ്ങി നടക്കുമ്പോ കാണാം ആ ഗുഹയുടെ ഭാഗത്തേക്ക് പക്ഷി ഇങ്ങനെ പറന്ന് താഴോട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കി അകത്തേക്ക് അടക്കുമ്പോഴാണ് തിരുന്ത് കൂറാമ്പേക്കാനിന്ത് കൂരം പുരയിൽ കുറെ ദൂരമിലെ അത് തന്റെ നേരമിലെ ക്ഷണം പാറിപ്പോയ പിൻ തേറി രാജനം കണ്ട് കുണ്ടനുണ്ട് കിണ്ടമാതിലേ അക്ദാൽമഗീതനിലേ തിരുന്ത് കൂറാബേക്കാൻ ഇന്ത് കൂറും പുരയിൽ കുറെ ദൂരമില്ലേ അടുത്തെന്ത നേരമില്ലേ ക്ഷണം പാറിപ്പോയ പിൻ തേരി രാജനും കണ്ട കുണ്ടനുണ്ട് കിണ്ടമാൽ അനുകതിലെ അക്ദാൽമഗീതനിലേ
ചെറുതുളറൂർ തരിത്ത് കരുത്തർ കഴുത്ത് കൊടുത്തിടവേ ഉടൻ ചോദിയിത്തിടവേ സബബെന്ത് ദുഃഖവൻ ചിന്തി ഞാൻ വിയപ്പരക്കാരൻ പാരം താരം പൊന്നു മറ്റടവേ ചുമയാക്കി പോന്നിടവേ. ആ രാജാവിതാ നോക്കുമ്പോ കാണാം തൊട്ടപ്പുറത്തൊരു മലഞ്ചെരുവിന്റെ പിൻഭാഗത്ത് ഒരു ഗുഹയുടെ സമീപത്ത് ആ പക്ഷി അങ്ങോട്ട് താഴേക്ക് പറന്നു ചെന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, രാജാവിന് റബ്ബിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ കുറെ ദിവസമായി ചിന്തിക്കുന്നത്, മാസങ്ങളായി ചിന്തിക്കുന്നത്. രാജാവിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, ഞാൻ പുറത്തേക്ക് കൊട്ടാരം വിട്ടുകൊണ്ട് പോയാൽ എനിക്ക് ആരാണ് ഭക്ഷണം തരുന്നത്, എനിക്കെവിടെന്നാ വെള്ളം, ആരാണ് സമ്പാദിക്കുന്നത്? അതുകൊണ്ട് വലിയ പ്രയാസമാണ്, ഭക്ഷണം കഴിക്കണ്ടേ, അത് കിട്ടുന്നതിന്റെ ഒരു പ്രയാസം ഓർത്തുകൊണ്ടും കൂടിയാണ് രാജാവ് ആ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ തന്നെ കഴിയുന്നത്. അങ്ങനെ ആ ഗുഹയുടെ ഭാഗത്ത് ശരീരമാസകലം ബന്ദ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാല് ചലിപ്പിക്കാൻ കഴിയുന്നില്ല, മലർന്ന് കിടക്കുകയാണ്. ആ മനുഷ്യന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തു പറ്റി നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനായിരുന്നു, കച്ചവടം ചെയ്തുകൊണ്ട് ആ പൊന്നുമായി ഞാൻ തിരിച്ചു വരുമ്പോൾ കവർച്ചാ സംഘം എന്നെ പിടികൂടുകയും അങ്ങനെ എന്റെ മുഴുവൻ സ്വർണങ്ങളും അതുപോലെ വെള്ളികളും പിടിച്ചെടുത്തുകൊണ്ട് എന്റെ ശരീരമാസകലം ബന്ദ് ചെയ്ത് ഒറ്റയ്ക്ക് മലഞ്ചെരുവിൽ എന്നെ ഇതാ കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് അവർ രക്ഷപ്പെട്ടു. ഒരു കാര്യം ഓർക്കണം സഹോദരാ, ഇതുവരെയും ഞാൻ വിശപ്പറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ വരും തരീക്കത്തിലമ്പത്തെ കവർച്ച കറിയത്തി പിടിച്ചണ്ടേ മുതൽ കൊള്ളയിട്ടണ്ടേ പല ഭേദിയം ചെയ്താദിയം തടിബാക്കിയാക്കി കാക്കും ഹാക്കിമിൻ കിരിഫയതേ കൊടുരക്ഷ കിട്ടിയതേ. പെരുന്തകരാറുടെ കെട്ടിനിൽ പെട്ടിങ്കി എഴുതിയം കക്ഷിയെ അത്രത്തോളവും പശിയെ വെടസാരമത്തൈറ് ഓര പത്തിരി ചുണ്ട് കൊണ്ട് തുണ്ട് തൊണ്ടയിൽ തരും ഖുശിയെ അതിനാലെനും മുശിയെ. എല്ലാ ദിവസവും 6 അല്ല 7 ദിവസമായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതാ ഒരു പക്ഷി വന്നുകൊണ്ട് ആ പക്ഷിയുടെ കൊക്ക കൊണ്ട് ഒരു റൊട്ടി പീസാക്കി എന്റെ വായിലേക്ക് അടർത്തി വെച്ച് തരാറുണ്ട്. 7 ദിവസവും ഞാൻ വിശപ്പറിഞ്ഞിട്ടില്ല, എനിക്ക് വിശപ്പറിയേണ്ടി വന്നിട്ടില്ല, വയറ് നിറയുന്നുണ്ട്. ഇന്നല്ലാഹു ഹുവർ റസാഖു ദുൽ ഖുവത്തിൽ മതീൻ. അല്ലാഹു റിസ്ക് കൊടുത്താൻ വിധിച്ചാൽ ആർക്കും പേടിക്കേണ്ടതില്ല. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ കടലിന്റെ സമീപത്ത് 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ ഒരു എറുമ്പ് ഇതാ നടന്നു പോകുന്നു. എറുമ്പിന്റെ വായിൽ ഒരു ചെറിയ പച്ചില കടിച്ചു പിടിച്ചിട്ടുണ്ട്. എറുമ്പ് നടന്ന് 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 ഒരു കായലിന്റെ സമീപത്തേക്കാ പോകുന്നേ. അവിടെ ചെന്നുകൊണ്ട് ഒരു അട്ടഹാസം, ഒരു വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. സുലൈമാൻ നബി ആരാ? ഉറുമ്പുകളുടെ, ജിന്നുകളുടെ, അതുപോലെ പറവകളുടെ, ഇഴജന്തുക്കളുടെ സംസാരം തിരിയുന്നയാളാണ്. സുലൈമാൻ നബി അതിന്റെ പിന്നാലെ നടന്നു. അങ്ങനെ ആ കായലിന്റെ സമീപത്ത് നിന്ന് ഉറുമ്പ് അട്ടഹാസിക്കുമ്പോ ആ കായലിന്റെ അടിഭാഗത്തു നിന്ന് ഒരു തവള അടിഭാഗത്തു നിന്ന് ബും മുകളിലേക്ക് അങ്ങോട്ട് പൊങ്ങി വന്നു. ആ ഉറുമ്പിനെ ആ തവളയുടെ മുകളിൽ കയറ്റിയിട്ട് ആ തവള മേൽപ്പടിക്ക് പോട്ട് താണു പോവുകയും ചെയ്തു. സുലൈമാൻ നബി അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോ ആ തവള വന്നു. ഉറുമ്പ് തിരിച്ചങ്ങ് പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചോദിച്ചത്, അല്ല ഉറുമ്പേ, എങ്ങോട്ടാണ് ആ പച്ചിലയുമായി പോയത്? അവിടെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കായലിന്റെ അടിഭാഗത്ത് ഒരു കരിമ്പാറയുണ്ട്. ആ പാറയുടെ അഗാധ ഗർത്തത്തിൽ ഒരു പുഴു ഇരിക്കുന്നുണ്ട്. ആ പുഴുവിന്റെ ഭക്ഷണവുമായി ഞാൻ പോയതാ. അള്ളാഹു എന്നെയാണ് ആ പുഴുവിനുള്ള ഭക്ഷണം ഏൽപ്പിച്ചിട്ടുള്ളത്.
അങ്ങനെ ഭക്ഷണവുമായി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ശബ്ദം കേട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തവളയുടെ രൂപത്തിൽ പടച്ച ഒരു മലക്കുണ്ട്. ആ മലക്ക് വന്ന് എന്നെ മുകളിൽ വെച്ച് താഴോട്ട് ചെല്ലും. അങ്ങനെ ഞാൻ ആ കരിമ്പാറയുടെ സമീപത്ത് ചെന്നാൽ ആ കരിമ്പാറ രണ്ടായി അങ്ങ് പിളരുമ്പോ അതിന്റെ അകത്തളത്തിൽ നിന്ന് ആ പുഴു പുറത്തേക്ക് വരികയും എൻ്റെ ഈ ഭക്ഷണം വാങ്ങുകയും അത് അകത്തേക്ക് പോവുകയും ആ പുഴു അവിടെ നിന്നുകൊണ്ട് ഇതാ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, തസ്ബീഹ് ചെല്ലുകയാണ്. എന്താ തസ്ബീഹ് ചെല്ലുന്നത്? സുബ്ഹാനല്ലദീ സയ്യറനീ ഫിൽ ബഹ്റ് വറസഖനീ ബിർറിസ്ഖ വലാ വമാ യൻസാനീ. എന്നെ മറക്കാത്ത ഈ നദിയിൽ എന്നെ പടച്ച, എനിക്ക് എല്ലാ സമയവും ഭക്ഷണം തരുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് ആ പുഴു അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹനെ സ്തുതിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവത്തിൽ മതീൻ. ഇനി എന്തിനാണ് ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഭയപ്പെടുന്നത്? ഈ കാണുന്ന കൊക്കയിൽ കിടക്കുന്ന, ഈ കാണുന്ന മലഞ്ചെരുവിൽ കിടക്കുന്ന മനുഷ്യൻ അല്ലാഹു ഭക്ഷണം കൊടുത്തെങ്കിൽ വല്ലാഹി ഇനി കൊട്ടാരം ഞാൻ വിടാൻ പോവാ, ഞാൻ അല്ലാഹുവിനെ തവക്കുലാക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് ഖുർആനിലെ വെളിവാ ഇത് പോൽ പരൻഗുണമാൽ പിടിത്തിടും പേർക്ക് ചേർക്കും മാർക്ക് മോർക്കുവിൻ ജികം തെളിവാ വിധം രാജരുളവായി. മുറ്റവർ പിൻഹക്കിക്കത്തോട് മാരിഫത്തും വരവായി സ്വതറും തുറന്നിറുവായി ഭവിത്തിട്ട് തൽമയം കഷ്ടമേലിന്നതെന്നുമെന്ന് മന്നരിൽ തിരിച്ചറിവാൻ ഇത് മായനും പറവായി. മുറ്റവർ പിന്നക്കിക്കത്തോട് മാരിഫത്തും വരവായി സദറും തുറന്തുരവായി ഭവിത്തിട്ട തൽമയം കഷ്ടമമ്പിക്കലെന്തതെന്നുമെന്ന് മന്നരിൽ തിരിച്ചറിവാഹിത മായനും പറവായി. അവിടെ നിതാ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് അവിടെ നിന്നൊരു തിരിച്ചറിവ് കിട്ടുകയാണ്. എങ്ങനെയാ തിരിച്ചറിവെന്നല്ലേ? ഇനി ഇതാ ഇത്രയും ലക്ഷ്യങ്ങൾ കിട്ടിയ, ദൃഷ്ടാന്തങ്ങൾ കിട്ടിയ ഞാൻ ഒരിക്കലും കൊട്ടാരത്തിലിരിക്കേണ്ടതില്ല, അള്ളാഹനെ കാണാൻ പുറത്തേക്ക് പോകലാ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തറക്തുൽ ഖൽഖ തുറം ഫീരിലാക വഅയ്തംതുൽ ഇയാലലി കയ്യറാക വലൗ ഖതഅതനി ഫിൽ ബിറബാ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക. ഇനി എനിക്ക് കൊട്ടാരം വേണ്ട, പ്രജകൾ വേണ്ട, അതുപോലെ സ്വർണത്തിന്റെ ആ കിരീടം വേണ്ട, അവിടത്തെ റാണിമാര് വേണ്ട, സൗന്ദര്യവതികളായ മധുര 17ഉം 18ഉം പ്രായമുള്ള പെൺകുട്ടികൾ വേണ്ട, ഞാനൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇറങ്ങുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോകുന്ന രാജാവിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, രണ്ടാമതൊരു കഥയുടെ പേര് നമ്മൾ നോട്ടീസിൽ കൊടുത്തു, പക്ഷെ അല്പമെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല, സമയം വളരെ പരിമിതമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അതും പറയാനുള്ളത് കൊണ്ട് ഞങ്ങൾ പല ഭാഗങ്ങളും വിട്ടുവിട്ട് കളയാ. ആകെ 3 ദിവസമേ ഉള്ളൂ. ആരാണ് ആ മഹാനവർകൾ? പറയുന്നു റാവി വിവരങ്ങളോട്ടെ ഫദ്ലർ ഇബ്രാഹിം എന്നോരെ തോട്ടെ പ്രധാനപ്പെട്ടോരെ നന്നാക്കാനല്ല വേണ്ടുകയുണ്ടായ കാലത്തിൽ നില്ല. പറയുന്നു റാവി വിവരങ്ങളോട്ടെ ഫദ്ലർ ഇബ്രാഹിം എന്നോരെ തോട്ടെ പ്രധാനപ്പെട്ടോരെ നന്നാക്കാനല്ല വേണ്ടുക ഉണ്ടായ കാനത്തിൽ ചൊല്ലായതിൻ്റെ സബബം നിങ്ങു കേളെ അരശാനവർകളെ ഹംലായ നാളെ തായും തകപ്പനും ഹജ്ജിന് ചെന്നേ താമസക്കാലത്തവരെ പിറന്നേ നായൻ തിരുബൈത്തിൽ എത്തിച്ചു മോനെ
നൽസ്വാലിഹീങ്ങളാക്കാൻ ദുആനെ ന്യായമായി തേടിയ തേട്ടം കബൂലായി നാണിയപ്പെട്ടവർ കേത്തിയ പോലാ. അതെ, ഇങ്ങനെ ഒരു പദവിയിലേക്ക് ഈ രാജാവ് ഉയരാൻ ഉണ്ടായ കാരണം പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കണേ, മറ്റൊന്നുമല്ല. കഅബ ശരീഫിന്റെ ഭാഗത്ത് വെച്ച് പ്രസവിക്കപ്പെടുന്ന ഒരു കുസുമമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചരിത്ര പുരുഷൻ മഹാനായ റഈസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയണം, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയാ. അങ്ങനെ മഹാനവർകള് എങ്ങനെയാണ് പ്രസവിക്കപ്പെട്ടത് നമുക്ക് ഒന്ന് നോക്കാം. ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹം രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്, ബൽഹ ഭരിച്ചുകൊണ്ടിരുന്നത് മൻസൂർ രാജാവ് എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രജാക്ഷേമ തൽപരനാണ്. മനുഷ്യന്മാരുടെ ഗതിവിഗതികൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകാൻ അങ്ങേയറ്റം തൽപരത കാണിക്കുന്ന ആ രാജാവ് ഒരു ദിവസം പ്രജകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രജകളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്നിട്ട് എന്റെ വീട്ടിലുള്ള പരാതി കുറ്റികൾ കൊണ്ടുവന്നിട്ടാൽ ഈ രാജാവ് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് ആ ബൽഹ ഭരിക്കുന്ന മൻസൂർ രാജാവിന്റെ പ്രജകളോടുള്ള, അനുയായികളോടുള്ള പ്രഖ്യാപനമാണ്. ഇങ്ങനെ എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, ശ്രദ്ധിക്കണേ, ജീവിക്കുന്ന ഒരാളാണ് ഈ കഥാപുരുഷനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ വാപ്പ. ആരാ? അദ്ഹം. അദ്ഹം എന്ന പേരായ ആ മനുഷ്യന്റെ ജോലി എന്താ? ഒരു കോടാലിയും തോളിൽ കെട്ടിത്തൂക്കി ഇട്ടുകൊണ്ട് മുടിയൊക്കെ ജടക്കുത്തി നീട്ടി വളർത്തിയ താടിയുമായി അതേ വനാന്തരങ്ങളിലൂടെ, കാടുകളിലൂടെ കയറിയിറങ്ങി അവിടെ നിന്നൊക്കെ വിറക് വെട്ടി ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ഹമിനുണ്ടായത്. അദ്ഹമിന്റെ ചെവിയിൽ ഒരു ദിവസം ഇത് കേൾക്കുകയാണ്. ഏത്? മൻസൂർ രാജാവാകുന്ന നമ്മുടെ നേതാവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്ത് ചോദിച്ചാലും നൽകാന. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കെ എല്ലാ ദിവസം വൈകുന്നേര സമയത്തും മൻസൂർ രാജാവ് കുടുംബസമേതം പ്രജകളുടെ, അനുചരന്മാരുടെ ആ ഗതിവിഗതികൾ അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കാറുണ്ട്. പഴയ രാജാക്കന്മാർ പോകുമ്പോ കുടുംബത്തിൽപ്പെട്ട സൗന്ദര്യവതികളായ പെൺകുട്ടികളെ അഥവാ സ്വന്തം മക്കളെ അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഒരു പല്ലക്കിൽ കയറ്റിയിട്ടാണ് യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ മൻസൂർ രാജാവിന് ഒരു സൗന്ദര്യവതിയായ ഒരു മകളുണ്ട്. വലിയ സൗന്ദര്യമുള്ള ഒരു സൗന്ദര്യ റാണിയാണ്. അവരുടെ പേരാണ് സൊഫിയ ബീവി. സൊഫിയ ബീവിയെയും ഒരു പല്ലക്കിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് അതിന്റെ മുകളിലൂടെ ഒരു പട്ടുകൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട്. രാജാവും പരിവാരങ്ങളും ഇങ്ങനെ നടന്ന് മന്ദം മുന്നോട്ട് ഇങ്ങനെ നീങ്ങുമ്പോ സഫിയ ബീവിയാകുന്ന ആ സൗന്ദര്യ പ്രതീകമായ പെൺകുട്ടി കിടക്കുന്ന പല്ലക്കിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ആ കാണുന്ന പട്ടിന്റെ വസ്ത്രം അങ്ങ് ദൂരത്തു നിന്ന് അടിച്ചു വീശുന്ന മന്ദമാരുതനിൽ തലോടിക്കൊണ്ട് അതങ്ങ് തുറന്നങ്ങ് പോയി. അതങ്ങ് തുറക്കുമ്പോ കോടാലിക്കാരൻ കാക്കണ്ടല്ലോ, ആരാ? ഇബ്രാഹിമിനു അതിന്റെ വാപ്പയാകുന്ന അദ്ഹം വിറക് ശേഖരിക്കാൻ വേണ്ടി പോവാ. അദ്ദേഹം കാണുന്നുണ്ട് നല്ല സൗന്ദര്യവതിയായ പെൺകുട്ടി. രാജാവ് എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ മകളെ കല്യാണം കഴിക്കണം. ചില്ലറ ആഗ്രഹമൊന്നുമില്ല. ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരാൻ രാജാവിനോട് പറയണം. ആരാ? രാജകുമാരനല്ല, ഈ കോടാലിക്കാരൻ കാക്കയാണ്. അങ്ങനെ മൂപ്പര് പരാതിയൊക്കെ തയ്യാറാക്കി കത്തുമായി എങ്ങോട്ട് പോയി? നേരെ രാജാവിന്റെ സമീപത്തേക്ക് ചെന്ന് പെട്ടിയിലിട്ടു. കത്തെടുത്ത് വായിക്കുമ്പോ കാണാം, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്നതാണ് എന്റെ അഭ്യർത്ഥന. നടത്തി കൊടുക്കേണ്ട എല്ലാം ചെയ്തു തരാന്നല്ലേ പറഞ്ഞത്. വിളിച്ചു. ആരാണ്? പേരെന്താണ്? പറഞ്ഞു, എന്റെ പേര് അദ്ഹം എന്നാണ്. എന്താ ജോലി? വിറക് വെട്ടി ചെയ്തിരിക്കും. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ആ സൗന്ദര്യവതിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരാനോ? ശരി, നിനക്ക് ചിലപ്പോൾ സാധിക്കൂല. കാരണം ആ രാജാവ് അകത്തേക്ക് കടന്നിട്ട് പുറത്തേക്ക് വന്നു. നിങ്ങളവിടെ നിൽക്കുക, ഇപ്പൊ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് രാജാവ് അകത്തേക്ക് കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിത്രമിൽ പണി തീർത്ത കാതലക്കഥമിൽ നിന്നേ
ചിക്കമിൽ മൻസൂർ രാജൻ മുത്തുവാരി വന്നേ ഇത്ര മുത്ത് താരുമെങ്കിൽ പുത്രി സഫിയാനേ എപ്പോഴും ഉമക്ക് വേളി കഴിച്ചിടാ പൂമാനേ ചിത്രമിൽ പണി തീർത്ത കഥന കഥയിൽ നിന്നേ ചിക്കമിൽ മൻസൂർ രാജൻ മുത്തുവാരി വന്നേ ഇത്ര മുത്ത് താരുമെങ്കിൽ പുത്രി സോഫിയാനേ എപ്പോഴും ഊനക്ക് വേളി കഴിത്തിടാം പൂമാനേ രാജാക്കന്മാരുടെ മാത്രം കയ്യിലുള്ള സാധനമാണ് അന്നത്തെ കാലത്ത് മുത്ത്. അത് സാധാരണ മുത്തുച്ചിപ്പിയിൽ നിന്ന് കടലിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് സംഭരിക്കുന്നതാ. ഏതെങ്കിലും കാക്കന്മാർക്ക് കിട്ടൂല. ഈ മുത്തുവാരി അകത്തുനിന്ന് വന്നിട്ട് പറഞ്ഞു, ഒരു വാളൻ മുത്ത് കാട്ടിക്കിട്ട് പറഞ്ഞു, ഇത്രയും മുത്ത് നീ കൊണ്ടുവന്നാൽ അത്രയും മുത്ത് മഹറിന് പകരമായി എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ഒരു കാര്യം ഓർക്കണേ, ഇദ്ദേഹം ഒരു താടി നീട്ടി വളർത്തിയ ജടകുത്തിയ ചെറുപ്പക്കാരനാണെങ്കിലും കോടാരി ഉണ്ടെങ്കിലും അദ്ദേഹം അള്ളാഹുവിന്റെ വലിയാണ്, അത് ആർക്കും അറിയില്ല. അതേ ആ പെൺകുട്ടിയെ വിവാഹം അവളുടെ കഴുത്തിൽ മാല ചാർത്തണം എന്ന് മനസ്സിലാക്കി ആ ചെറുപ്പക്കാരൻ കൊടാരിയും പിടിച്ചുകൊണ്ട് കടലിലാണല്ലോ മുത്ത്, അതുകൊണ്ട് മുത്ത് ശേഖരിക്കാൻ വേണ്ടി പോവുകയാ. അതെ, ഒരുവാളൻ മുത്തുമായി വന്നതിന് പകരം മഹറായി മുത്ത് കൊടുക്കാൻ കടലിൽ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിരിക്കുന്നത് ആരെങ്കിലും ഒരു കാര്യത്തിന് ശ്രമം നടത്തിയാൽ അത് എത്തിക്കുമെന്നാണ്. അതുകൊണ്ട് ഞാൻ മുത്ത് ശേഖരിക്കാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞ കടലിലുള്ള വെള്ളം എങ്ങനെ വറ്റിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണിതാ രാജാവിന്റെ ആ ഇബ്രാഹിം അദ്ഹം എന്ന പേരുള്ള കോടാലിക്കാരൻ കാക്കയുടെ സമീപത്തേക്ക് ഇതാ നല്ല ചങ്കതിർ മുഖമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു വില്ലൻ, ഒരു മല്ലനിതാ ഓടിയെത്തുകയാണ്. ചോദിച്ചു, ഓ സഹോദര, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ ആവശ്യം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് മഹർ മുത്തു കൊടുക്കാൻ മഹർ വേണം. ഉടനെ തന്നെ അദ്ദേഹം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ണടക്കാൻ പറഞ്ഞു. അടച്ചു. എന്നെ വട്ടം പിടിക്കാൻ പറഞ്ഞു. മുറി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ബിസ്മില്ലാഹ് അടിയിലേക്ക്, ഇതാ കടലിന്റെ അടിയിലേക്ക് ഒരൊറ്റ മുങ്ങല. എന്നിട്ട് അദ്ഹമിനോട് പറഞ്ഞു, കണ്ണ് തുറക്കാൻ പറഞ്ഞു. തുറന്നു പെട്ടം പോലെ മുത്ത്. ആ മുത്തുവാരി മുകളിലെത്തി. അള്ളാന്റെ ഔലിയാക്കന്മാരുടെ പണിയാ. ആ വദ്ധത്തിന് മലക്കായിരുന്നു. അങ്ങനെ ആ മുത്തുമായി, ചുരുക്കി പറയുന്നു, വിശദീകരിക്കുന്നില്ല, ആ മുത്തുമായി രാജാവിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ സഫിയ ബീവിക്ക് മറ്റൊരു മണവാളൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. വിവാഹ സുദിനമാണ്, വിവാഹത്തിന്റെ ദിനമാണ്. ചുരുക്കി പറഞ്ഞാൽ ആകെ കൂടി പ്രശ്നമായി, ഒച്ചപ്പാടായി, മഹാലസ്യപ്പെട്ടുകൊണ്ട് ഇതാ ആ മണവാട്ടി വീഴുകയാണ്. വീണുന്ന് മാത്രമല്ല, അവൾ മരണപ്പെട്ടു. കൊണ്ടുപോയി ഖബറിലടക്കി. അങ്ങനെ ആ പെണ്ണിനെ വേണമെന്ന് മനസ്സിലാക്കി അദ്ഹം എന്ന പേരുള്ള കൊടാലിക്കാരനായ കാക്കയിതാ ആ ശ്മശാനത്തിലേക്ക് പോകുന്നു. അവിടെ കാവലിരിക്കുകയാണ്. വരുന്നു ഒരു വൈദ്യൻ, ഒരു മലക്ക്, രണ്ടുപേരും വന്നുകൊണ്ട് ഖബറിത രണ്ടായി പിളർത്തി ആ പെൺകുട്ടിയെ ജീവിപ്പിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചത്തതിനെയൊക്കെ ജീവിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ചത്ത സാധനങ്ങളെ ജീവിപ്പിച്ചിട്ടുണ്ട് കറാമത്ത് കൊണ്ട്. അങ്ങനെ അമ്പിയാക്കന്മാരിൽപ്പെട്ട ആളുകളുടെ പണി കറാമത്തായിട്ട് ഔലിയാക്കന്മാർക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ ആ കുട്ടിയെ ജീവിപ്പിച്ചു. വിവാഹം കഴിഞ്ഞു. എന്തിന് പറയണം, ചുരുക്കി പറയട്ടെ, അവര് സുഖമായി ഇങ്ങനെ ജീവിതം അവിടെ നയിച്ചു. അങ്ങനെ കുടുംബ ജീവിതം നയിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുസുമം വിരിയുന്നത്. ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആ ബാപ്പയും ഉമ്മയും എങ്ങോട്ടാ പോയത്? തായും തകപ്പനും ഹാജിന്നു ചെന്നേ താമസക്കാലത്തവാരെ പിറന്നേ. നായൻ തിരുബൈത്തിലെത്തിച്ചു മോനെ നൽസാലിഹീങ്ങളാലാക്കാൻ ദുആനെ. ന്യായമായി തേടിയ തേട്ടം കബൂല നാണിയപ്പെട്ടവർക്ക് എത്തിച്ച പോലായി.
അവര് കബിരക്ക് മൂണ്ടുണ്ട് കീല അരനീയ ജലിത മീമെന്നും കാല കുബലുന്നു റവിക്ക് പിൻഇഖ്ബാരുങ്ങൾ ഖൈറിൽ തിരിച്ച ഖബറുകൾ തങ്ങൾ അബ്നാ അസ്വാജ് വാഴും ഖസാന അടവേ ഒഴിത്ത് പുറപ്പെട്ട് ഹീന തൊർണ തൂകിലാട മാറ്റിയെടുത്ത് ചുറ്റി കരിമ്പടം ഒന്നങ്ങോടൂത്തേ. ഹജ്ജിന് പോകുന്ന സമയത്താണല്ലോ കുട്ടി പിറക്കുന്നത്. കുട്ടിയെ എടുത്തുകൊണ്ട് കഅബ ശരീഫിന്റെ സമീപത്തേക്ക് പോവുകയാ. കറുത്ത കില്ലയിൽ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങൾക്കുണ്ടായ ഈ കുരുന്ന കുസുമത്തെ നീ നന്നാക്കണേ അല്ലാ. ആ ഒരൊറ്റ പ്രാർത്ഥനയാ മാതാപിതാക്കളെ. ആ കുട്ടി ഇങ്ങനെ കൊട്ടാരം ഇട്ടുകൊണ്ട് അതേ ഖിദ്ർ നബിയെ കാണാൻ പോവാ. നമ്മുടെ ചരിത്രം അവിടെയാണല്ലോ. മഹാനായ ഖിദ്ർ നബിയെ കണ്ട അത്ഭുത ചക്രവർത്തിയാണെങ്കിൽ അതേ ആ മഹാനവറുകളെ കുറിച്ച് ഉങ്കും തിരന്തേ പരനെ വിധിക്ക് എന്നാലും നിന്റെ റിളായെ ചൊരിക്ക് ഉങ്ങൾക്കവരാലേരുദാരകമേ ഏറ്റവും ഗുണം ചെയ്തരുൾ നീ റഹീമേ. അല്ലാഹുവേ ആ മഹാനവറുകളെ ഉയർത്തിയ ഖിദ്ർ നബിയെ കാണാൻ അവസരം കിട്ടിയ ആ മഹാനവറുടെ കൂടെ ഞങ്ങൾ നീ സ്വർഗത്തിലാക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയോട് കൂടെ ഇതാ കവി പറയുന്നു. അങ്ങനെ ഇതാ കൊട്ടാരം വിട്ട് കരിമ്പടം പുതച്ചുകൊണ്ട് ഇതാ യാത്ര ഇങ്ങനെ അനുസ്യൂതം തുടരുകയാണ്. 100 ആയിരക്കണക്കിന് അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. ഒരു 5 ദിവസം പറഞ്ഞാൽ തീരൂല. ചുരുക്കി പറയട്ടെ, അങ്ങനെ രാജാവ് ഇങ്ങനെ പോകുന്ന വഴിയിൽ രാജിയം വിടുന്ന് പോകും വയ്യിൽ വെത്ത് കണ്ടവർ ദേഹവും മുഖം ചിറൈന്റെ ചെങ്കതിർ പ്രകാശമേ തേജസാൽ ചുമൈന്ത് നൽ സുഗന്ധവും വിശേഷമേ. രാഹുകൾ മികും സിഫാത്തിലൊത്ത ശൈഖൊരുത്തര താരുളർ വലി അടുത്തുടൻ സലാമുരത്തരാൻ ദീകമാൽ മുസാഫഹത്തും ചെയ്ത ദുഃഖ ശേഷമേ പിണ്ടി ബിന് അഗ്ഹമേ ഈ പോക്കിൽ എന്തുദ്ദേശമേ. മേലവന് തൊട്ട് പാഞ്ഞിടുന്നു പേടി ഹാരിബായ് മെത്ത ഖൗഫകത്തിടാനിലൈഹി തന്നെ ഹാരിബായ്. ആല ശൈഖ് പിന്നെയും തആമിനുണ്ടോ ആശയ കാമിലർ തരിത്തതായി നഅം അതെന്ന് പേശിനാ. അതേ രാജാവ് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ മുൻ രാജാവാകുന്ന ഇബ്രാഹിം കരിമ്പടം പുതച്ചുകൊണ്ട് നടന്നു നീങ്ങുമ്പോഴാണ് ചെങ്കതിർ പ്രകാശമേ അതേ 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ വെളിച്ചം വീശുന്ന ഒരു മുഖത്തിന്റെ ഉടമ മന്ദം മന്ദം ഇതാ ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഈ വലിയന്റെ സമീപത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. കണ്ടാൽ നല്ല അഴകുണ്ട്, കൂടാതെ നല്ല സൗരഭ്യം അടിച്ചു വീശുന്നുണ്ട്. നല്ല ഇടുപ്പുള്ളയാളാണ്, നല്ല ചങ്കൂറ്റമുള്ളയാളാണ്, നല്ല നെഞ്ചുറപ്പുള്ള ആളാണ്. വന്നുകൊണ്ട് ഇബ്രാഹിമിനു അതിനെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു. അവിടെ നിന്ന് മുസാഫഹത്ത് ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾ പോകുന്ന ലക്ഷ്യമെന്താ? അവിടെ നിന്ന് ഇബ്രാഹിമിനു അധികം പറയുന്നു നിങ്ങൾ ആരായാലും വേണ്ടില്ല, ഞാൻ പോകുന്നത് അല്ലാഹനെ കാണാനാ, റബ്ബിനെ കാണാനാ. എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ട. ആ ഒരു ലക്ഷ്യമല്ല എന്റെ മുന്നിലുള്ളത്, എനിക്ക് റബ്ബിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അല്ലാഹനെ കാണാനാ ഞാൻ പോകുന്നത്. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. കാലശേഖ് പിന്നെയും അമീനുണ്ടോ ആശയായി കാമീലർ താരിത്തതായിന് അമ്മദന്ത് പേശിനാർ അലിലോരോരിറക്കാത്ത് തൊഴുതതിൽ പിറൈ കാതലർ വാലിയിലും അപ്പോളെ ചെയ്തിടാനുരേ. താൻ മുടിത്ത് നൽസലാം പിരിഞ്ഞ നേരമേ വെത്ത് കണ്ടവർ ജമീമിലെ താമും നാരമേ നാദരോട പോത് ശൈഖു രത്താടുത്ത് വന്നു നീ നായൻ തൻ ഗുണത്തിനാൽ ഈ ശൈത്തെ സാദാതീനലി.
അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനെ കാണലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് വിശപ്പുണ്ടോ? അതെ, എനിക്ക് വിശപ്പുണ്ട്. ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ? ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ട്. എന്നാൽ വരിക, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ പോവാ. ഇതാ 2 റക്അത്ത് നിസ്കരിക്കുന്നു. മാത്രമല്ല, ആ ഇബ്രാഹിമിനോട് വന്നയാൾ പറയാ, നിങ്ങളും എന്റെ പിന്നിൽ അതേ രൂപത്തിൽ തന്നെ നിസ്കരിച്ചു കൊള്ളണം എന്ന് പറയുകയും അങ്ങനെ പിന്നാലെ ഇമാമും ജമാഅത്തുമായി 2 റക്അത്ത്, ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ നിൽക്കുന്ന ആ വന്ന ആഗതൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പിന്നിൽ നിൽക്കുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹമിദ ആമീൻ പറയുകയാണ്. മാത്രമല്ല, ആമീൻ പറയുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് വലതു ഭാഗത്തേക്ക് നോക്കിയപ്പോ കാണാം നല്ല ഭക്ഷണമാണ് ഇരിക്കുന്നത്. ഇടതു ഭാഗത്തേക്ക് സലാം